അപ്പോഴേ അത് തന്നെ പ്രോബ്ലം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാറ്റി കൊടുക്കാം. നല്ലത്. ഇപ്പൊ ശരിയായത്. ഇപ്പൊ ചേട്ടാ, ഇതേ ആ സർവീസ് വയർ മാറ്റേണ്ടി വരും കേട്ടോ. ശരി. ഇപ്പൊ തൽക്കാലം ഒന്നിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അതിന് വല്ല കാറ്റോ മഴയൊക്കെ വരുമ്പോ അത് വിടാൻ സാധ്യതയുണ്ട്. ശരി. നമ്മളിപ്പോ ഈ സർവീസ് വയർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒരു അപേക്ഷ എന്തെങ്കിലും കൊടുക്കുന്നേ? ഒരു പരാതി കൊടുത്തുതരാം. അപ്പൊ ഞങ്ങൾ ഇനി വരുമ്പോ മാറ്റി തരാം. നിറച്ചു റീഡ് ചെയ്യാൻ പറ്റൂല. മറ്റേ മീറ്റർ റീഡിങ്ങിന് വരുമ്പോ ഇപ്പൊ ഈ മഴയും പരിവൊക്കെ ഇല്ലേ, ആളെ കിട്ടുന്നില്ല. എന്നാ ഒരു മിനിറ്റ് ഇരിക്കാം, ചായ എടുക്കാം. ചായ വേണ്ട, ചായ പുള്ളിക്ക് നോമ്പാണ്. ശരി. വന്നതിൽ സന്തോഷമുണ്ട്. എന്ത് എനിക്ക് വേണ്ട? വേണ്ടത് എനിക്ക് നോമ്പല്ലേ. നോമ്പാണെങ്കിൽ എന്താടാ, ഇത് പണിയെടുത്ത പൈസ അല്ലേ? ഇത് പണിയെടുത്ത പൈസ. കനക നോമ്പെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നീ വിചാരിച്ചാണ്? വെറുതെ പട്ടിണിക്കലല്ല. കൈക്കൂലി വാങ്ങരുത്. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു ആത്മസംസ്കരണമാണ്, അല്ലാതെ വെറുതെ പട്ടിണിക്കലൊന്നും അല്ല. പിന്നെ ഒരു മാസം പോരാട്ടോ, 6 മാസം വേണം. എടാ കനക, ഇത് ജീവിതത്തിൽ മുഴുവൻ പകർത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 12 മാസം എന്താ ചെയ്യണം? തിന്നും കുടിച്ചും തോന്നണ ചെയ്തുമൊക്കെ ജീവിക്കല്ലേ. ഇതാവുമ്പോ 1 മാസം ശരീരത്തിനും മനസ്സിനും ഒക്കെ റെസ്റ്റാണ്. കള്ള് കുടിക്കാൻ പാടില്ല, കലി കയറാൻ പാടില്ല, ഇതുപോലെ കൈക്കൂലി ഒന്നും വാങ്ങാൻ പാടില്ല. സത്യസന്ധമായിട്ട് ജീവിക്കണം. അങ്ങനെയാണെങ്കിലേ ഞാൻ ഒരാഴ്ച നോമ്പ് മാറ്റാലോ? ഒരാഴ്ച ഒന്നും നിന്നെ കൊണ്ട് പറ്റില്ല. നീ ഒരു ദിവസം ഒന്ന് എടുത്ത് നോക്ക്, എന്നിട്ട് അപ്പൊ അറിയാലോ നമുക്ക് ഇതിന്റെ ഒരു പുളി. എടുക്കണ്ട. പിന്നെന്താ, റംസാൻ മാസം ആയി കഴിഞ്ഞാ എല്ലാം നോമ്പ് പിടിക്കുമ്പോ പിന്നെ ഈ 11 മാസം എന്തൊക്കെ കുരുത്തക്കേട് ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ ഈ ഒരൊറ്റ മാസം കൊണ്ട് കഴിക്കളയും. അത് അവർക്ക് നിർബന്ധമാണ്. ആ മാസത്തിൽ സകല മുസ്ലിങ്ങളും നോയമ്പ് പിടിച്ചിരിക്കും. പിന്നെ മാവേലി തറയുന്ന എന്നെ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ടിരുന്നതിന് മുമ്പേ ഞാനും നോയമ്പ് പിടിക്കുമായിരുന്നു. ശരിക്കും ഞാനും നോയമ്പ് പിടിക്കുമായിരുന്നു. അതായത് ഞങ്ങളുടെ ഈ പിന്നെ എൻ്റെ നാട്ടിൽ സുഹറാന്ന് പറഞ്ഞൊരു പെണ്ണുണ്ടായിരുന്നു. അവള് നോമ്പ് പിടിക്കും. എൻ്റെ പ്രായമാണ്, ഞാനും കൂടെ നോമ്പ് പിടിക്കുമായിരുന്നു. പിന്നെ ഈ സന്ധ്യക്ക് വാങ്ക് വിളിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നോയമ്പ് മുറിക്കും. നോയമ്പ് മുറിക്കുന്നത് വല്ല കാര്യക്കാൻ നിസ്സാരപ്പെട്ട എന്തെങ്കിലും കൊണ്ടൊക്കെ ആയിരിക്കും. തരിക്കഞ്ഞി. എന്റെ പൊന്നേ, തരിക്കഞ്ഞി കുടിക്കണം. നീ കുടിച്ചിട്ടില്ലല്ലേ? ഞാൻ കുടിച്ചിട്ടുണ്ട്. എനിക്ക് പാസിൽ തരൂലേ? ഇനിയിപ്പോ നിനക്ക് കിട്ടും. നമുക്ക് നോമ്പ് പിടിക്കാം. ഞാൻ റെഡിയാണ്. പക്ഷേ വേറെ എന്തൊക്കെ അറിയാനല്ലേ? അറിയാനെന്തോരിക്കും ഞാൻ പറഞ്ഞുതരാം. അറിയാനൊന്നുമില്ല അതിന്. പിന്നെ ഈ രാത്രി ഇടയത്താഴം എന്നും പറഞ്ഞൊരു അത്താഴമുണ്ട്. ഈ വാങ്ക് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇടയത്താഴം കഴിച്ചോളൂ. വെളുപ്പിന് സുബഹി വാങ്ക് അത് കേട്ട് പിന്നെ അന്ന് സന്ധ്യ ആകുന്നത് വരെ ഒരു വക കഴിക്കാൻ പാടില്ല. പിന്നെ വൈകുന്നേരത്ത്, അതായത് സന്ധ്യക്ക് വാങ്ക് കേട്ടതിന് ശേഷം നോയമ്പ് മുറിക്കണം. അപ്പോഴാണ് എന്തെങ്കിലും കഴിക്കാവുന്നത്. അപ്പൊ പകൽ മുഴുവൻ യാതൊരു വക കഴിക്കാൻ പാടില്ല. അല്ലമ്മ ഇപ്പൊ വെള്ളമൊന്നും കുടിക്കാൻ പാടില്ല. അയ്യോ, വെള്ളം നോമ്പ് നോക്കണത് നിനക്കത് പറ്റുമെങ്കിൽ തുടങ്ങിക്കോ, ഞാൻ റെഡിയാണ്. നമുക്ക് ചെയ്യാട്ടാ, നല്ലതല്ലേ? പിന്നെന്താ വേറെന്തെങ്കിലും ഉണ്ടോ ഇനി അതിൽ ശ്രദ്ധിക്കാൻ? ശ്രദ്ധിക്കാനൊന്നുമില്ല. വേറെ ഒന്നുമില്ല. പിന്നെ അതിൽ പറയുന്ന ശ്രദ്ധിക്കുക, അതൊന്നും നിനക്ക് നടക്കില്ല. എന്നോണം പറയാൻ പാടില്ല, കള്ളുടിക്കാൻ പാടില്ല, അത് പിന്നെ അവർക്ക്. നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ വേറെ കൈക്കൂലി വാങ്ങാൻ പാടില്ല, അങ്ങനെ എന്തൊക്കെയുണ്ട്. ചെയ്യാൻ പാടില്ലാത്തൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അത് ശ്രദ്ധിക്കാലോ. എന്നാ എന്തായാലും നാളെ തന്നെ എടുക്കാം. നാളെ ഞങ്ങൾ നോമ്പാട്ടോ അമ്മ. എടുത്തോളേ. അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാ മതി നാളെ. ശരി. അമ്മ എടുക്കണോ? അയ്യോ എന്റെ ദൈവമേ, എന്നെ കൊണ്ട് വയ്യ. പണ്ട് ഞാൻ കുറെ നോമ്പ് എടുത്തതാ. ഇപ്പൊ എനിക്ക് എടുക്കാനൊന്നും പറ്റില്ല. അതെ, ഷുഗറൊക്കെ ഉള്ളതാ. ചുമ്മാ പിന്നെ എനിക്ക് ഇനിയിപ്പോ നടക്കത്തോന്നു. ഇതാണ് ഇടയത്താഴം. നിറച്ച് കഴിച്ചോളണം. കഴിക്കും. വെളുപ്പിനായോണ്ട് ചെല്ലണല്ലമ്മ. ചെന്നാലും ചെന്നില്ലെങ്കിലും വയറ് നിറച്ച് കഴിക്കണം. ഞാൻ പറഞ്ഞ് ഇന്നിന് വാങ്ങി വിളിച്ചതിന് ശേഷം മാത്രമേ എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തുള്ളൂ. അമ്മ അത് പറഞ്ഞു ഓർത്തിട്ട് ഞാൻ വെളുപ്പിന് എണീറ്റ് തന്നെ കഴിക്കാൻ വേണ്ടിട്ട്. നിറച്ച് കഴിക്കണം. ഇവിടെ കഴിക്കും. കുറച്ചുകൂടെ കഴിക്കാം. അമ്മേ രാവിലെ ആയതുകൊണ്ടേ അങ്ങോട്ട് ചെല്ലണില്ല. പക്ഷേ അഞ്ചാമത്തെ പോയിട്ട് അവിടെ കണ്ടോ അമ്മനെ കളിയാക്കണം. നീ നിറച്ച് കഴിക്കാം. അവൻ അതും ഇതൊക്കെ പറയും. കഴിക്കാം.
ഇന്നത്തെ ദിവസം വേറെ ഒന്നും കിട്ടൂലേ? ചേണ്ട എന്നെ കാണാതെ ഈ നോമ്പ് നോറ്റിട്ട് നിങ്ങൾ വേറെ ഒന്നും എടുത്ത് തിന്നുകളായിരുന്നു കേട്ടോ. ഏട്ടനോട് പറ, ഏട്ടനാ. അല്ല, നോമ്പ് പിടിച്ചില്ലെങ്കിൽ പിടിച്ചില്ലെന്നേ ഉള്ളൂ. നോമ്പെന്ന് പറയുന്ന ഒരു സത്യമുള്ള കാര്യമാണ്. അതെ, അങ്ങനെയാണെങ്കിൽ നമ്മളിത് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതിന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് കഴിക്ക്. മതി മതി മതി. വെള്ളം കുടിച്ച ഏട്ടാ, വൈകിട്ടായാലേ കിട്ടുള്ളൂ. വെള്ളം പോലും കുടിക്കാൻ പാടില്ല, ജലപാനം. കണ്ടോ, അപ്പൊ വേണം. ഒറ്റ ക്ലാസ് വെള്ളം കുടിച്ചാൽ പരിപാടി എടുത്തിട്ടാ നിറച്ചു. ഞാൻ ഈ ചപ്പാത്തിയും കൂടി തിന്നാ അതിനകത്ത് എണീക്കുള്ളൂ. ഞാൻ നിർത്തി. മതിയോ? ഓക്കെ. എന്റെ കർത്താവേ, നീ തങ്കം ഇങ്ങോട്ട് വന്നേ. എന്താ ഇത് കണ്ടോ? വാ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വാ. ഇത് കണ്ടോ? കാണും. നിന്നോട് എത്ര പറഞ്ഞാലും നീ തോട് കട്ടിയില്ലല്ലോ. ഇതെന്താണെന്നറിയാമോ? മെഴുക്. ദൈവമേ, ദൈവമേ, നോക്ക്, തൊട്ട് നോക്ക്, മെഴുക. ഇതാണോ നമ്മൾ തിന്നണത്? തന്നിട്ട് എന്തായാലും ഒരു കാര്യം എളുപ്പമായി. ഇതിലൊരു തിരിയും കൂടെ ഇട്ടാൽ കറണ്ട് പോകുമ്പോൾ കത്തിച്ച് വെക്കാം മെഴുകുതിരിയായിട്ട്. ഈ ഗവൺമെന്റ് എന്തൊന്നും ചെയ്യാത്തത്? കണ്ണി കാണുമ്പോ എല്ലാം കൂടി നിരോധിക്കേണ്ടി, ഇതിനൊന്നും ചെയ്യാൻ ആരുമില്ല. അതങ്ങനെയാണ്. ഇതുപോലുള്ള സാധനങ്ങൾ നിരോധിക്കാതെ പാവപ്പെട്ടമാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അങ്ങ് നിരോധിക്കും. പിന്നെ അത് മണ്ടത്തരമായി പോയി തോന്നുമ്പോൾ വീണ്ടും അതിനെ തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് വിഷം മുഴുവൻ നമ്മൾ കഴിക്കുകയും ചെയ്യും. കഷ്ടം. ആപ്പിൾ വാങ്ങുമ്പോൾ മെഴുകുതിരി ഫ്രീ. കൊള്ളാം. ഇത് തോട് കട്ട് ചെയ്യാതെ തിന്നാൻ. ഇത് തോട് കട്ട് ചെയ്യാനാണ് നല്ലത്. നീ ഒന്ന് കട്ട് ചെയ്യുമോ? കട്ട് ചെയ്തേടി. ഞാൻ കട്ട് ചെയ്താൽ ചിലപ്പോൾ ഇത് അമ്മ. അല്ല, നിങ്ങളൊക്കെ ഊണ് കഴിച്ചാ? എനിക്ക് സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറുക. ചോറ് ഇരിപ്പുണ്ടോ? ചോറ് എടുക്കാൻ കഴിച്ചില്ലേ? ഇല്ല. ഞാൻ ആശുപത്രി പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവള് നിന്നും ഉണ്ടാക്കിയില്ല. നല്ല ക്ഷീണം. അവർക്ക് നോമ്പല്ലേ? ആർക്ക് നോമ്പ്? അവർക്ക് രണ്ടുപേർക്കും നോമ്പ്. എടി, ഇപ്പൊ മുസ്ലിങ്ങളുടെ നോമ്പല്ലേ, അത് അവർ രണ്ടും കൂടെ നോമ്പ് പിടിച്ച്. മുസ്ലിങ്ങളുടെ നോമ്പോ? നമ്മൾ ഹിന്ദുക്കളല്ലേ? ഓ, അതിന് നോമ്പ് പിടിച്ചുകൂടുന്നുണ്ടാ? നോമ്പ് പിടിക്കാൻ ആർക്കും എപ്പോഴും വേണമെങ്കിലും പിടിക്കാൻ നോമ്പ്. അല്ല, ഈ നോമ്പ് എടുക്കുന്ന പറഞ്ഞാൽ നമ്മള് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എടുക്കും. അതിപ്പോ ഹിന്ദുക്കൾക്ക് എന്തൊരു നോമ്പ്? ഹിന്ദുക്കൾ നോമ്പ് പിടിച്ചാലും ക്രിസ്ത്യാനികൾ നോമ്പ് പിടിച്ചാലും മുസ്ലിങ്ങൾ നോമ്പ് പിടിച്ചാലും ഒന്നുമില്ല, ശരീരത്തിന് അത് നല്ലതാണ്. അതിപ്പോ എല്ലാരും അങ്ങനെ ചെയ്യുന്നുണ്ട്. ചോറുണ്ടെങ്കിൽ ചോറെടുത്തോളൂ. ചോറൊക്കെ ഇത് ചോദിക്കണ എനിക്ക്. എന്റെ അമ്മ ആ വീട്ടിലുണ്ടായിട്ട് ഒരു നേരം ഭക്ഷണം വെച്ചു കൊടുക്കാൻ അവർക്ക് പറ്റില്ല. അവർക്ക് നോമ്പാണെങ്കിൽ എന്താ ഭക്ഷണം വെക്കാൻ അറിഞ്ഞൂടെ? അവർക്ക് പറ്റാഞ്ഞിട്ടാണ് ഇത്രയും നാളും വെച്ച് തന്നത്. അവർക്ക് ഒരാൾക്കായിട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചു. ഇവിടെ കാണുമല്ലോ, ഞാൻ സാധാരണ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരത്തില്ല. അവൾ അങ്ങനെ കഴിക്കത്തുള്ളൂ. എല്ലാവരും വഴക്കിന് മര്യാദയൊന്നും പോട്ടെ. ചോറ് തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചോറ് തന്നാൽ മതി, അല്ലെങ്കിൽ ഞാനൊക്കെ പോയിക്കോളാം. എടി തങ്കം, ഇതിപ്പോൾ എന്താണെന്നറിയാമോ? ചോറ് വെക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത്ര അരി ലാഭമായി, ഗ്യാസ് ലാഭമായി, പിന്നെ അവർക്ക് ദേഹം അനങ്ങണ്ടല്ലോ. പിന്നെ ഒരാൾക്ക് വേണ്ടി ഇത്തിരി വയ്ക്കുന്നതന്നെ, അതുകൊണ്ടൊന്നും അല്ല. ഇത് അവൾക്ക് നോമ്പ് പിടിച്ചപ്പോൾ വല്ലാത്ത ക്ഷീണം. ഇവിടെ കാണുമല്ലോ, ഒരാൾക്ക് വേണ്ടി ഇനി വെക്കേണ്ടെന്ന് വിചാരിച്ചാണോ? അത്രേ ഉള്ളൂ. ഒരാൾക്ക് എന്തോന്നിട്ട് വെക്കാൻ. നോമ്പ് പിടിക്കാൻ നല്ലതല്ലേ? ശരീരത്തിന് നല്ലതാ നോമ്പ് പിടിക്കുന്നത്. നിന്നെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാ നീ പിടിക്കണ്ട. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയി ഇത്തിരി ചോറ് എടുത്തോണ്ടോ. എനിക്ക് നല്ല വിശപ്പ്. എന്നിട്ട് വേണം എനിക്ക് പോയി ഒന്ന് ദേഹം കഴുകണം. അത്ര വിശപ്പായി. സത്യം പറയാമേ, നോമ്പെടുത്തിട്ട് അവള് ഭക്ഷണം കഴിക്കാതിരിക്കാണോ? എന്നിട്ട് നീ തോക്കിനെ കയറി വെടി വെക്കരുത്. നീ ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിനക്ക് അല്ലെങ്കിലും ആഴത്തി ചുവന്നൊരു ചിന്തയുണ്ട് അങ്ങോട്ട് കയറി. അതൊന്നും വേണ്ട. ഒന്നുമില്ല, അവള് കാണാതെ നിനക്ക് ചോറെടുത്തോണ്ട് വരാനാവും. നിനക്ക് ഏത് സമയം ഇതേ ഉള്ളൂ. ഓ, വിശന്ന് സഹിക്കാൻ വയ്യാഞ്ഞിട്ട് വിശന്നിരിക്കുന്നത് എനിക്ക് വേണ്ട. അവൻ അതിൽ ഹോട്ടലിൽ കയറിയാലും കഴിക്കും. അമ്മയ്ക്ക് എടുത്ത് കൊടുക്കും, അമ്മയ്ക്ക് എടുത്ത് കൊടുക്കും. അമ്മ ഇത് കണ്ട അമ്മ നോക്കമ്മ, ആപ്പിളിൽ ഇതെന്താണെന്നറിയാമോ? ഈ സാധനം ആപ്പിളിൽ മെഴുക് തേച്ച് വെച്ചിട്ടുണ്ടോ? അല്ല, ഇതിപ്പോ ഈ മായ ഇല്ലാത്ത എന്തോന്നുണ്ട് ആഹാരം. ഇപ്പം മായ ഇല്ലാത്ത ഒരു സാധനം എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഈ മരുമ ക്ലീറ്റസ് മാത്രമേ ഉള്ളൂ. എന്തോന്ന് വലിയ കാര്യമായിട്ട് കറിയൊന്നുമില്ല കേട്ടോ. ഉള്ള കറി മതി. നല്ല വിശപ്പുണ്ട്.